നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ദിനം പ്രതി ആശങ്കയൊഴിയുന്ന കോവിഡ് കണക്കുകൾ 16,229 പേർക്ക് രോഗബാധ. രോഗബാധിതർ കൂടുതലുള്ളത് മലപ്പുറത്ത് 2,300 പേർക്ക് രോഗബാധ. DPR 15.9%. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള അടച്ചിടൽ തിരൂർ മേഖലയിൽ കർശനമായി 5 ദിവസത്തേക്ക് കൂടി തുടരുമെന്ന് DYSP സുരേഷ് ബാബു. താനൂർ പഞ്ചായത്തിൽ രോഗവ്യാപനം കൂടിയ സാഹചര്യത്തിൽ നടപടികൾ കടുപ്പിച്ച് പഞ്ചായത്ത് ഭരണസമിതി. പ്രധാന റോഡ് ഒഴികെ എല്ലാ റോഡുകളും അടയ്ക്കാൻ തീരുമാനം. ശക്തമായ ഇടിമിന്നലിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. താനൂരിൽ ഇടിമിന്നലിൽ പള്ളിയുടെ മിനാരം തകർന്നു. താനൂർ തോഹ ബീച്ചിലെ ജുമാ മസ്ജിദിന്റെ മിനാരമാണ് തകർന്നത്. താനാളൂരിൽ റോഡലിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 60 സെന്റിമീറ്റർ വളർച്ചെത്തിയ ചെടി കണ്ടെത്തിയത് ഒടൂർ റോഡിൽ പരങ്ങെത്തുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ദിനംപ്രതി കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. അതേസമയം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നത് ആശങ്കയേറ്റുന്നു. 16,229 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 24 മണിക്കൂറിടെ 1,09,520 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 16,229 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 2,300, തിരുവനന്തപുരം 2,007, പാലക്കാട് 1,925, കൊല്ലം 1,717, എറണാകുളം 1,551, തൃശൂർ 1,510, ആലപ്പുഴ 1,198, കോഴിക്കോട് 1,133, കോട്ടയം 636, കണ്ണൂർ 621, പത്തനംതിട്ട 493, ഇടുക്കി 474, കാസർഗോഡ് 392, വയനാട് 272 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,09,520 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.82 UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 135 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 9,510 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 89 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 15,160 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 913 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 67 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 25,860 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 6,93,284 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നുമില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 2,300 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.9%. സമ്പർക്കത്തിലൂടെ 2,245 പേർക്ക് രോഗം ബാധിച്ചു. ജില്ലയിൽ ഇതുവരെ 860 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. 2,840 പേർക്ക് രോഗമുക്തി നേടി. ജില്ലയിൽ വെള്ളിയാഴ്ച 2,300 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 15.9% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2,840 പേർ ജില്ലയിൽ രോഗമുക്തരായി. ഇതോടെ കോവിഡ് വിമുക്തരായി ജില്ലയിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 2,64,521. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 2,145 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയുമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 37 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്കും വിദേശത്തു നിന്നെത്തിയ 6 പേർക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 11 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 59,679 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നു. 36,378 പേരാണ് ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 860 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മഴ തുടങ്ങിയതോടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയ സാഹചര്യത്തിലാണ് മുൻകരുതൽ നിർദ്ദേശം. ജൂൺ 5 മുതൽ 6 വരെ ജില്ലയിൽ ഡ്രൈ ഡേ ആചരിക്കും. മഴക്കാലം തുടങ്ങുന്നതോടെ ജലജന്യ, കൊതുകുജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയേറെയായതിനാൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മഴ തുടങ്ങിയതോടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയ സാഹചര്യത്തിലാണ് മുൻകരുതൽ നിർദ്ദേശം. ജില്ലയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായ രോഗബാധയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വർഷം ഡെങ്കിപ്പനിയും എലിപ്പനിയും കൂടുതലാകാനുള്ള സാധ്യതയേറെയുള്ളതിനാൽ കരുതിയിരിക്കണമെന്ന് മെഡിക്കൽ ഓഫീസർ മുന്നറിയിപ്പ് നൽകി. ജില്ലയിലെ ഭൂരിഭാഗം ആശുപത്രികളും കോവിഡ് രോഗികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ കൂടുന്നത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കും.
പകർച്ചവ്യാധി മരണങ്ങൾ കൂടുന്നതിനും സാധ്യതയേറെയാണ്. അതിനാൽ പരിസര ശുചീകരണം അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടത്തി എലി, കൊതുക്, ഈച്ച മുതലായവ വളരുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കണം. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂൺ 5, 6 തീയതികളിൽ വീടിന് ചുറ്റുപാടുകളും തൊഴിലിടങ്ങളും പൊതുസ്ഥലങ്ങളും മാലിന്യം നീക്കം ചെയ്ത് ശുചീകരിക്കണം. എല്ലാ വെള്ളിയാഴ്ചകളിലും തൊഴിലിടങ്ങളിലും ശനിയാഴ്ചകളിലും പൊതുസ്ഥലങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണം. കൊതുകിന്റെ ഉറവിടം നശിപ്പിക്കുക, കൊതുകുകൾ വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നിവയ്ക്കും പ്രാധാന്യം നൽകണം. ശുചീകരണ പ്രവർത്തനങ്ങളിൽ നിർബന്ധമായും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം. ജില്ലയിൽ വാക്സിനേഷൻ നടപടികൾ വേഗത്തിലാക്കാനും കൂടുതൽ വാക്സിൻ ലഭ്യമാക്കാനും മന്ത്രി വി അബ്ദുറഹ്മാൻ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ ധാരണയായി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും കോവിഡ് കാലത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കാലവർഷ മുന്നൊരുക്കങ്ങളും വിശകലനം ചെയ്യാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. ജില്ലയിൽ നിലവിൽ 1,19,000 വാക്സിനാണ് സ്റ്റോക്കുള്ളത്. ഇത് 2 ദിവസത്തിനകം വിതരണം ചെയ്യാൻ ജില്ലാ കളക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും മന്ത്രി നിർദ്ദേശം നൽകി. തീരുന്ന മുറയ്ക്ക് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വാക്സിൻ ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കോവിഡ് രോഗികളെ കൊണ്ടുപോകുന്നതിനായി താനാളൂർ പഞ്ചായത്തിൽ ആംബുലൻസ് സൗകര്യമൊരുക്കി. വാര്യത്ത് ടൂറിസ്റ്റിന്റെ സഹകരണത്തോടെയാണ് 3ാമത്തെ ആംബുലൻസ് സർവീസ് ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ടീച്ചർ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. കോവിഡ് രോഗവ്യാപനം ദിനംപ്രതി കൂടിവരുന്ന സാഹചര്യത്തിൽ താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. പഞ്ചായത്ത് പരിധിയിൽ കോവിഡ് ബാധിതർക്കായി 3ാമതൊരു ആംബുലൻസ് സർവീസ് കൂടി ആരംഭിച്ചു. വാര്യത്ത് ടൂറിസ്റ്റാണ് വാഹനം സജ്ജീകരിച്ച് നൽകിയത്. ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സെന്ററിന്റെ സഹകരണത്തോടെ ആരംഭിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ടീച്ചർ നിർവഹിച്ചു. ഞങ്ങൾ അതായത് പഞ്ചായത്ത് മുഴുവനും ആരോഗ്യവകുപ്പാവട്ടെ, പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ, ജനപ്രതിനിധികളാവട്ടെ, നാട്ടിലുള്ള വളണ്ടിയർമാരാവട്ടെ, എല്ലാവരും ഒരൊറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കോവിഡ് വ്യാപനത്തിന് എതിരെ. അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും പറ്റുന്ന വിധത്തിലുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഏത് സംഘടനാ രൂപമാണെങ്കിലും അവർ എങ്ങനെ ഈ കോവിഡ് പ്രതിരോധവുമായി സഹകരിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആംബുലൻസിനെ തന്നെ നമുക്ക് നൽകിക്കൊണ്ട് ഒരു വലിയ സഹായം പഞ്ചായത്തിന് നൽകിയത്. ആംബുലൻസ് എന്ന് പറയുമ്പോൾ അത് എളുപ്പമല്ല, കാരണം അത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഡയാലിസിസ് സെൻറ്ററിൻ്റെ ഒരു ആംബുലൻസ് ഉണ്ട്, മറ്റൊരു ആംബുലൻസും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ ആംബുലൻസാണ്. വളരെയധികം സഹായകമാവും ഈ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് അധ്യക്ഷനായിരുന്നു. ആശുപത്രികളിലേക്കും മറ്റ് ചികിത്സാ കേന്ദ്രങ്ങളിലേക്കും പരിശോധനക്കുമൊക്കെയായി കൊണ്ടുപോകുന്നതിന് നിലവിൽ വാഹനത്തിൻ്റെ അപര്യാപ്തത നല്ലതുപോലെയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം ഈ വാഹനരംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അനിൽ വാര്യത്ത് ഇത്തരത്തിലൊരു ആശയം നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പാകെയും പഞ്ചായത്തിന് മുമ്പാകെയും വെച്ചത്. ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെയേറെ മുൻപന്തിയോടുകൂടി പ്രവർത്തിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അനിൽ വാര്യത്തും അദ്ദേഹത്തെ സഹായിക്കുന്ന മറ്റു ടീം അംഗങ്ങളും ഇന്നൊരു ആംബുലൻസ് വാഹനം നമ്മുടെ പഞ്ചായത്തിന് സജ്ജമാക്കി തരികയും പഞ്ചായത്തിന് ബാധ്യതകളൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ ഡ്രൈവറെ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് പാൽ, വാര്യത്ത് ഗ്രൂപ്പ് ഡയറക്ടർ അനിൽ വാര്യത്ത്, ഹാർട്ട്ഫുൾനെസ് സെന്റർ മാനേജർ ഷാജ് MP, കോവിഡ് കെയർ കോർഡിനേറ്റർ ത്രികുമാർ, ദേവക് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള അടച്ചിടൽ തിരൂർ മേഖലയിൽ കർശനമായി 5 ദിവസത്തേക്ക് കൂടി തുടരുമെന്ന് ഡിവൈഎസ്പി സുരേഷ് ബാബു അറിയിച്ചു. 5 ദിവസത്തെ നിയന്ത്രണത്തിലൂടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും കർശന നിയന്ത്രണം തുടരും. അതിനാൽ ജനങ്ങൾ 5 ദിവസം പൂർണ്ണമായും വീടുകളിൽ നിന്ന് സഹകരിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. വെട്ടം, പുറത്തൂർ, തിരുനാവായ, തലക്കാട് എന്നീ പഞ്ചായത്തുകൾ ഇപ്പോഴും മുഴുവനായും കണ്ടെയ്ൻമെന്റ് സോണായി നിലനിൽക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിവരെ മാത്രം അത്യാവശ്യ സാധനങ്ങളുള്ള കടകൾ തുറക്കാമെങ്കിലും ജനങ്ങൾ 5 ദിവസത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒന്നിച്ചു വാങ്ങി സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നാളെ മുതൽ 5 ദിവസത്തേക്ക്, അതായത് ബുധനാഴ്ച 12 മണി വരെ പ്രത്യേക നിയന്ത്രണങ്ങൾ വീണ്ടും വരികയാണ്. നാളെ മുതൽ അവശ്യ സാധനങ്ങളുടെ കടകൾ മാത്രമേയാണ് തുറക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ യാത്രാ നിയന്ത്രണങ്ങളും വളരെ മെഡിക്കൽ എമർജൻസി ഉള്ള കാര്യങ്ങൾക്ക് മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂ. യാത്രാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയാണ്. നമ്മുടെ തിരൂർ മേഖലയിൽ ടെസ്റ്റ് പോസിറ്റീവ് നിരക്കും പോസിറ്റീവ് ആകുന്ന ആൾക്കാരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ഇവിടെ തന്നെ നമുക്ക് അറിയാം, വെട്ടം, പുറത്തൂർ, തലക്കാട്, തിരുനാവായ പഞ്ചായത്തുകളിൽ
ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ്. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലുള്ള പഞ്ചായത്തുകളിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളുടെ വ്യവസ്ഥകൾ തന്നെയായിരിക്കും. 2 മണി വരെ മാത്രമേ ഷോപ്പുകൾ തുറക്കാൻ അനുവദിക്കുകയുള്ളൂ. അവിടെ നിന്ന് അത്യാവശ്യ എമർജൻസി ഉള്ള ആൾക്കാരെ മാത്രമേ പുറത്തേക്ക് പോകാനായിട്ട് അനുവാദമുള്ളൂ. പലചരക്ക്, പാൽ, പച്ചക്കറി തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഒഴിച്ചുള്ള മുഴുവൻ കടകളും 5 ദിവസത്തേക്ക് അടച്ചിടണമെന്നും അനാവശ്യ കാരണങ്ങളാൽ പുറത്തിറങ്ങുന്നവർ സത്യവാങ്മൂലം കരുതണമെന്നും DSP പറഞ്ഞു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10-ൽ താഴെ വന്നെങ്കിൽ നിയന്ത്രണങ്ങൾ എടുത്തു നീക്കാൻ കഴിയും. എന്നാൽ പലരും കുടുംബ വീടുകളിലും അയൽ വീടുകളിലും പോസിറ്റീവായുള്ളവരെ പോലും സന്ദർശിച്ചും നിയന്ത്രണം വിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ 1 മാസമായിട്ടും രോഗം പടരുന്നത് തടയാൻ സാധിക്കാത്തത്. ജനങ്ങളുടെ നിതാന്ത ജാഗ്രതയും സഹകരണവും മാത്രമാണ് പരിഹാരമെന്നും DSP പറഞ്ഞു. ഇപ്പോഴും പലയിടത്തും ജനങ്ങൾ നിയന്ത്രണം വിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ കുടുംബ വീടുകളിലും അയൽവക്കങ്ങളിലും പോസിറ്റീവായവരുടെ പ്രൈമറി കോണ്ടാക്റ്റുകൾ കയറി ഇറങ്ങുകയും രോഗം പടരുകയും ചെയ്യുകയാണ്. അതാണ് കഴിഞ്ഞ 1 മാസമായിട്ടും നമുക്ക് ഈ കോവിഡ് പോസിറ്റീവ് നിരക്ക് കുറച്ചു വരാനായിട്ട് സാധിക്കാത്തത്. ജനങ്ങളുടെ നിതാന്തമായ ജാഗ്രത കൊണ്ട് മാത്രമേ നമുക്ക് ഈ പോസിറ്റീവ് നിരക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 3-4 ദിവസമായി നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം 20-ന് മേലെയാണ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. മിക്ക പഞ്ചായത്തുകളിലും 50-ൽ മേലെ പോസിറ്റീവ് കേസുകൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെയധികം താഴോട്ട് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കുടുംബ വീടുകളിൽ ക്വാറന്റൈൻ കഴിയുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റു വീട്ടു അംഗങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആണ് നമുക്ക് ഇത്രയധികം പോസിറ്റീവ് നിരക്കുകൾ ഓരോ ദിവസം വരുന്നത്. ഒരു വീട്ടിൽ പോസിറ്റീവായാൽ ആ വീട്ടിലെല്ലാവർക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ പോസിറ്റീവായതിനു ശേഷമാണ് നമുക്ക് ഇത്രയധികം നിരക്ക് ഉയരുന്നത്. 5 ദിവസത്തെ നിയന്ത്രണത്തിലൂടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും കർശന നിയന്ത്രണം തുടരും. അതിനാൽ ജനങ്ങൾ 5 ദിവസം പൂർണ്ണമായും വീടുകളിലിരുന്ന് സഹകരിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. കോവിഡ് പോസിറ്റീവ് ആവുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞില്ലെങ്കിൽ തുടർ ദിവസങ്ങളിലും ശക്തമായ നടപടികൾ ഏർപ്പെടുത്തേണ്ടതായി വരും. പൊതുജനങ്ങൾ എല്ലാവരും ഈ കോവിഡ് പ്രതിരോധത്തിൽ അണിചേരണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആ സഹകരണം, ഈ 5 ദിവസത്തെ ഈ സഹകരണം കൊണ്ട് നമുക്ക് ഈ നിരക്ക് കുറയ്ക്കാൻ സാധിച്ചാൽ നമ്മുടെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലുള്ള ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് 10-ന് താഴെ പോകും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ശക്തമായ ഇടിമിന്നലിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. തിരങ്ങാടി കൊടിഞ്ഞി മച്ചിത്തങ്ങാഴം സ്വദേശി കൊടിൽ അബ്ദുൽ സലാമിന്റെ വീട്ടിൽ കാർ പോർച്ചിൽ നിർത്തിയിട്ട ബൈക്കാണ് കത്തിനശിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. അബ്ദുൽ സലാമിന്റെ മകൻ അജ്മൽ ഉപയോഗിക്കുന്ന ഹീറോ ഹോണ്ട ഗ്ലാമർ ബൈക്കാണ് ഇടിമിന്നലേറ്റ് കത്തിനശിച്ചത്. ശക്തമായ ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് ബൈക്ക് കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പെട്ടെന്ന് തന്നെ വെള്ളമെടുത്ത് തീയണയ്ക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ബൈക്ക് പൂർണ്ണമായി കത്തിനശിച്ചു. ഒരു 12:45-1 മണിയ ടൈമിൽ ഒരു ഇടിൻ്റെ ശബ്ദന്മാർ കേട്ടത്. പക്ഷേ ഒന്നായിട്ടൊരു കുലുക്കന്മാരി തന്ന് അതിൽ താഴേക്ക് വന്നപ്പോൾ അവിടെ കത്തണത് കണ്ടത്. അപ്പോൾ തന്നെ ആ റമ്മിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ റമ്മിലത്തെ വെള്ളം കൊണ്ട് സമീപത്ത് തന്നെ അബ്ദുൽ സലാമിന്റെ സഹോദരന്റെ ബൈക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശങ്ങളിൽ ശക്തമായ മഴയും ഇടിമിന്നലുമാണ് അനുഭവപ്പെട്ടത്. ശക്തമായ ഇടിമിന്നലിൽ പള്ളിയുടെ മിനാരം തകർന്നു. താനൂർ തോഹ ബീച്ചിൽ ജുമാ മസ്ജിദിന്റെ മിനാരമാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് താനൂർ തോഹ ബീച്ചിലെ ജുമാ മസ്ജിദിന്റെ മിനാരം തകർന്നത്. തീരദേശ മേഖലയിലെ ഏറെ പഴക്കമുള്ള മസ്ജിദാണിത്. രാത്രി 11-ന് ശേഷമാണ് സംഭവം. പള്ളിയിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത്. ഉടൻ തന്നെ കേടുപാടുകൾ സംഭവിച്ച് മിനാരം പൊളിച്ചു നീക്കുമെന്ന് പള്ളി കമ്മിറ്റി അറിയിച്ചു. ഇന്നലെ രാത്രി ഉണ്ടായതായ ശക്തമായ ഇടിമിന്നലിൽ തോഹ ബീച്ച് ജുമാഅത്ത് പള്ളിയുടെ മുനാരം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പള്ളിയാണ് ഈ പള്ളി. പുനരുദ്ധാരണം നടത്തിയിട്ട് ഏകദേശം ഒരു 20 വർഷത്തോളമേ ആയിട്ടുള്ളൂ. വലിയതായ ഒരു ജുമാഅത്ത് പള്ളിയാണ്, വലിയ ഒരു മഹല്ലാണ്. ശക്തമായ മഴയിൽ വെള്ളം കയറിയ പ്രദേശങ്ങൾ ചെയർപേഴ്സണും സംഘവും സന്ദർശിച്ചു. ശാശ്വത പരിഹാരത്തിനായി നടപടി സ്വീകരിക്കുമെന്ന് വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പറഞ്ഞു.
കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ തിരൂർ നഗരസഭ വാർഡ് 1 പൊറൂർ മുട്ടഞ്ചേരി തോട് നിറകവിഞ്ഞൊഴുകിയതിനാൽ സമീപ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. പ്രദേശം ചെയർപേഴ്സണും സംഘവും സന്ദർശിച്ചു. വൈകിട്ടോടെ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി, നഗരസഭാ സെക്രട്ടറി, കൗൺസിലർ അനിത തുടങ്ങിയവർ പ്രദേശം സന്ദർശിച്ചു. രാവിലെ 6 മണിക്ക് തന്നെ ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് ഇവിടെ മുഴുവൻ കര കവിഞ്ഞൊഴുകിയായിരുന്നു. അങ്ങനെയൊന്നല്ല സ്ഥിതി. ഫുള്ള് വീടിൻ്റെ ഉള്ളിൽ ഒരു അരഭിത്തി വരെ ഉള്ളിലോട്ട് വെള്ളം കയറി നിൽക്കുന്ന സമയമായിരുന്നു. റവന്യൂ അധികാരികൾക്ക് മുന്നിൽ വിഷയം അവതരിപ്പിക്കുമെന്നും ശാശ്വത പരിഹാരത്തിനായി നടപടി സ്വീകരിക്കുമെന്നും വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പറഞ്ഞു. ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ കൂടി എൻ്റെ വീട് കൂടി നിൽക്കുന്ന വാർഡാണ്. പ്രദേശവാസികൾ ഈ പ്രയാസങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സെക്രട്ടറിയോട് അതിൻ്റെ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കാര്യമായിട്ട് ഈ തോടിൻ്റെ വീതിയായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കപ്പെടണം. അതിൻ്റെ റവന്യൂ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം. ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാൻ വേണ്ടി നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കുന്നതാണ് ഈ അവസരത്തിൽ പറയാറുള്ളത്. പ്രത്യക്ഷത്തിൽ ഇവിടെ കാണുന്നത് എൻക്രോച്ച്മെൻ്റ് ആയിട്ടാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇത് കാണപ്പെടുന്നത്. വെള്ളം ഒഴുകി പോകാനുള്ളൊരു മാർഗം അടഞ്ഞു കിടക്കുന്നത്, അതിൻ്റെ വീതി കുറവ്. അതിന് റവന്യൂ അധികാരികൾക്ക് നമ്മൾ നഗരസഭ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. തിരൂർ നഗരസഭയിൽ സമ്പൂർണ്ണ ശുചീകരണ പരിപാടി ജൂൺ 5, 6 തീയതികളിൽ നടക്കും. 5-ന് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി 1500 വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കും. വാർഡ് തലത്തിൽ കൗൺസിലർമാരും RRT അംഗങ്ങളും നേതൃത്വം നൽകുമെന്നും നഗരസഭാ ഭരണസമിതി അറിയിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായ കൗൺസിലർമാരെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതി ശരിയല്ലെന്നും ഭരണസമിതി അംഗങ്ങൾ തിരൂരിൽ പറഞ്ഞു. തിരൂർ നഗരസഭയിൽ സമ്പൂർണ്ണ ശുചീകരണ പരിപാടി ജൂൺ 5, 6 തീയതികളിൽ നടക്കും. 5-ന് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി 1500 വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കും. മുനിസിപ്പൽ തല ഉദ്ഘാടനം 5-ന് രാവിലെ 8 മണിക്ക് മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് വെച്ച് ചെയർപേഴ്സൺ AP നസീമ നിർവഹിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ തിരൂരിൽ പറഞ്ഞു. വാർഡ് കൗൺസിലർമാർ വഴി തൈകൾ വിതരണം ചെയ്യും. പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കും. വാർഡ് തല ക്ലീനിങ്ങിന് കൗൺസിലർമാരും RRT അംഗങ്ങളും നേതൃത്വം നൽകും. 6-ന് വീടുകൾ ശുചീകരണ പരിപാടികൾ നടത്തും. നമ്മുടെ തിരൂർ നഗരസഭയിൽ നാളെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ക്ലീൻ ഗ്രീൻ തിരൂർ എന്ന പദ്ധതിയുടെ ഭാഗമായി 1500ഓളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് നമ്മുടെ തിരൂർ നഗരസഭ പരിസരം ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളും വൃക്ഷത്തൈ നട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ നഗരസഭാ പരിധിക്കുള്ളിലെ എല്ലാ പൊതു സന്നദ്ധ പ്രവർത്തനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും സഹകരിച്ച് എല്ലാ വാർഡുകളിലും വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നടുന്നു. അതോടനുബന്ധിച്ച് വാർഡും പരിസരവും മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നത്. പരിപാടിക്ക് കുടുംബശ്രീ, റെസിഡൻഷ്യൽ അസോസിയേഷൻ, സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ എന്നിവരുടെ സഹായം അഭ്യർത്ഥിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നഗരസഭയിൽ മാതൃകാപരമായി നടക്കുന്നത്. DCCA, CFLTC പ്രവർത്തിക്കുന്നുണ്ട്. സൗജന്യ ആംബുലൻസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ജനകീയ ഹോട്ടൽ തുറന്ന് ആവശ്യക്കാർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. തെരുവിൽ താമസിക്കുന്നവരെ സംരക്ഷിക്കുന്നതിനായി അഗതി സംരക്ഷണ കേന്ദ്രവും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നഗരസഭാ ഭരണസമിതി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും ഭരണസമിതി വ്യക്തമാക്കി. കോവിഡ് വാക്സിനേഷൻ നടക്കുന്ന ടൗൺ ഹാളിൽ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന കൗൺസിലർമാരെ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കിയും കള്ളപ്രചരണങ്ങൾ നടത്തിയും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് മാന്യതയ്ക്ക് യോജിച്ചതല്ലെന്നും ഭരണസമിതി പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ കൗൺസിലിന് ചെറുതാക്കി കാണിക്കാനും സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കാനും രാഷ്ട്രീയമായ അന്ധത ബാധിച്ച പ്രതിപക്ഷം പലപ്പോഴും വളരെ മോശമായിട്ടാണ് പത്രസമ്മേളനങ്ങളിൽ ഈ കൗൺസിലിനെ ചിത്രീകരിക്കുന്നത്. ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. വികസന പ്രവർത്തനങ്ങളുമായി തന്നെയാണ് കൗൺസിൽ മുന്നോട്ട് പോകുന്നത്. ഓരോന്നോരോന്ന് എണ്ണിപ്പറഞ്ഞ് തിരൂരിലെ ജനങ്ങളുടെ മുന്നിൽ വികസന പ്രവർത്തനങ്ങൾ നിരത്തി അക്കമിട്ട് കാണിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ പഴയ കൗൺസിലുകളുടെ സ്ഥിതി എന്ന് പറയുന്നത് വിരലിലുണ്ടാവുന്നവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, ധനാഢ്യന്മാരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ അവരുടെ മുന്നിൽ കാത്തുനിന്ന് ഏറാൻമൂളികളായി നിന്ന് സമ്മതം വാങ്ങി നടപ്പാക്കിയിരുന്നു എന്നുള്ളത് ഈ കൗൺസിലിനെ സംബന്ധിച്ച് ഒരു വിലങ്ങതടിയും ഇല്ലാതെ വികസന പ്രവർത്തനങ്ങൾ മാത്രം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂടെ നിർത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അപ്പോൾ ഇത്രമാത്രം ജനങ്ങളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു നഗരസഭാ ചെയർപേഴ്സണും അതിനോടനുബന്ധിച്ചുള്ള ഭരണസമിതി അംഗങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അതിനെ വിമർശിക്കുക എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കാരണം വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ്. പക്ഷേ രാഷ്ട്രീയ അന്ധത വെച്ച് വിമർശിക്കുക എന്നുള്ളത് സമൂഹത്തിൽ നാളെ ഒറ്റപ്പെടും.
നാളെ കുറ്റപ്പെടുത്തും എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പെട്രോൾ പമ്പുകൾക്ക് മുമ്പിൽ നിൽപ്പ് സമരം നടത്തി. മുനിസിപ്പൽ തല സമരം ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ, ഡീസൽ എന്നിവ GSTക്ക് കീഴിൽ കൊണ്ടുവരിക, നികുതി കുറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി പെട്രോൾ പമ്പുകൾക്ക് മുമ്പിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നിൽപ്പ് സമരം ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടർന്നത് സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജാഗ്രത കുറഞ്ഞ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ തൊഴിലില്ലാതെ പട്ടിണിയിലകപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. എന്നാൽ ജനങ്ങളുടെ പട്ടിണി അകറ്റാനോ നഷ്ടപ്പെട്ട തൊഴിൽ തിരിച്ചു കൊണ്ടുവരാനോ പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന ആ കാലഘട്ടത്തിൽ, ആ പ്രചരണത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ അത്ഭുതമെന്നോണം സ്വിച്ചിട്ട രീതിയിൽ വില വർധനവ് നിർത്തിവെക്കാൻ അല്ലെങ്കിൽ വില വർധനവ് ഇല്ലാതിരുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ കാലഘട്ടത്തിൽ കണ്ടു. ഈ തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് ഏതെങ്കിലും ഭാഗത്ത് നടക്കുകയാണെങ്കിൽ പെട്രോൾ, ഡീസൽ വില വർധനവ് വളരെ കൃത്യമായി നിലനിൽക്കുകയും വർധനവില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത് കോർപ്പറേറ്റുകൾക്ക് സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയും അവർക്ക് അനുകൂലമായ രീതിയിൽ സർക്കാരും നിലനിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു അവസരമാണുള്ളത്. ദുരിതകാലത്തും ജനങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാടാണ് മോദി സർക്കാരിൻ്റെതെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സൈർ കോട്ട, മജീദ് മാടമ്പാട്ട്, മിനു മുംതാസ്, സെലീന നാര എന്നിവർ സംസാരിച്ചു. ആലഞ്ചുവട്, പയ്യനങ്ങാടി, ബസ് സ്റ്റാൻഡ്, പൂക്കയിൽ, പട്ടത്തപ്പടി, പോലീസ് ലൈൻ എന്നിവിടങ്ങളിലുള്ള പെട്രോൾ പമ്പുകൾക്ക് മുമ്പിലാണ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. അഷ്റഫ് അലി നടുവിലങ്ങാടി, മുഹ്സിൻ ആലഞ്ചുവട, റഷീദ് അമേങ്ങര, ലുക്മാൻ മാവുകുന്ന്, മജീദ് അന്നാര, ഹനീഫ തെക്കുമുറി എന്നിവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. താനാളൂരിന് സമീപം റോഡരിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. താനാളൂർ ഒഴൂർ റോഡിൽ പരേങ്ങത്ത് പ്രദേശത്താണ് റോഡരിൽ നിന്നും 60 സെന്റിമീറ്ററോളം വലിപ്പമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തിരൂർ എക്സൈസ് കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. താനാളൂർ ഒഴൂർ റോഡിലെ പരേങ്ങത്ത് പ്രദേശത്ത് റോഡരികിൽ വളർന്നു വലുതായി നിൽക്കുന്ന നിലയിൽ 60 സെന്റിമീറ്ററോളം വലിപ്പമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. കഞ്ചാവിനോട് സാമ്യമുള്ള ചെടി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവരം എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ച് കഞ്ചാവ് ചെടി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് എക്സൈസ് സംഘം കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. ഇത് താനാളൂരിൽ നിന്ന് ഒഴൂർ റോഡിലുള്ള ഭാഗത്ത് വെച്ചിട്ട് ഇന്നൊരു രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴാണ് ഇതുപോലെ ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു കഞ്ചാവ് ചെടി ഈ റോഡരികിലായിട്ട് പൊതുസ്ഥലത്തായിട്ട് കാണപ്പെട്ടത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊരു സർവ്വവ്യാപിയായി മാറിക്കൊണ്ടിരിക്കുക. കാരണം ഇതിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നതിന് മൂലമാണ് ഈ വിത്ത് വെതറിക്കളയുന്നത്, തിരഞ്ഞെടുത്ത് കളയുന്നത് മൂലമാണ് ഇത് മുളച്ചു വരുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ നട്ട് വളർത്തിയതോ നനച്ച് വളർത്തിയതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും ഈ ഭാഗങ്ങളിൽ കാണുന്നില്ല. എന്തായാലും ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും ദുരുദ്ദേശപരമായിട്ട് ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ള അന്വേഷണം കൂടി എന്തായാലും ഇതിൻ്റെ കൂടെ നടത്തിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറുടെ പ്രത്യേക നിർദ്ദേശം, പ്രദേശങ്ങളിൽ റേഞ്ച് പരിധികളിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തണം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ വിവരമാണ്. എന്തായാലും ഇതുപോലുള്ള എവിടെ കണ്ടെത്തിയാലും നിങ്ങൾ നാട്ടുകാരിൽ ആരിതിനെ കണ്ടെത്തി കഴിഞ്ഞാലും ഞങ്ങളെ അല്ലെങ്കിൽ എക്സൈസ് വിഭാഗത്തെ അറിയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഉള്ളത്. കാരണം ഇത് പറഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിൽ നമ്മളറിയാതെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉപയോഗിക്കാനോ മറ്റുള്ള രീതിയിലുള്ള ദുശീലങ്ങൾ പഠിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം സാധനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഞങ്ങളെ അറിയിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇത് ഞങ്ങൾ എന്തായാലും കോടതിയിൽ ഞങ്ങൾ എത്തിക്കും. പ്രിവന്റീവ് ഓഫീസർമാരായ ബാബുരാജ്, VK സൂരജ്, ഗണേശൻ, L ബാബു, രതീഷ് എന്നിവർ സ്ഥലത്തെത്തിയാണ് പരിശോധന നടത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തത്. വളാഞ്ചേരിയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ കുഴൽപ്പണവുമായി യുവാവ് അറസ്റ്റിലായി. ശ്രീകൃഷ്ണപുരം സ്വദേശി കൃഷ്ണദാസിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീകൃഷ്ണപുരം കാരക്കുറിശി അയ്യപ്പൻകാവ് മാഞ്ചുരുണ്ട വീട്ടിൽ കൃഷ്ണദാസിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. 13.5 ലക്ഷം രൂപയുടെ കുഴൽപ്പണവും പണം കൊണ്ടുവന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തു. ഗോതമ്പ് തവിടുമായി വന്ന ബലോറോ പിക്കപ്പ് വാനിൽ നിന്ന് പണം പിടികൂടിയത്. ഡ്രൈവർ സീറ്റിന് പുറകിൽ പ്രത്യേകം സജ്ജീകരിച്ച ഭാഗത്ത് സൂക്ഷിച്ച രേഖകളില്ലാത്ത പണം കണ്ടെത്തുകയായിരുന്നു. പാലക്കാട് ജില്ലയിലെ കൊപ്പത്ത് നിന്നും തിരൂരിലെ ഒരാൾക്ക് നൽകാൻ കൊണ്ടുവിട്ടതാണ് പണമെന്ന് പ്രതി മൊഴി നൽകി. നമ്മുടെ ജില്ലാ അതിർത്തി വാഹന പരിശോധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ 24 മണിക്കൂറും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തി വരുന്നുണ്ട്. ഇന്ന് നമുക്കൊരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാഹനം വരുമെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ശക്തമായി ഇതിനെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു 6 മണിയോടുകൂടി ഒരു ബലീറോ പിക്കപ്പിൽ വന്ന വാഹനത്തിലാണ് ഏകദേശം 13 ലക്ഷം രൂപയോളം വരുന്ന രേഖകളില്ലാത്ത പണം, ഇത്
കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്നതാണ്. പള്ളപ്പണമാണോ ഇത് മറ്റേതെങ്കിലും രീതിയിലുള്ള പണമാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് വരുന്നു. പാലക്കാട് സ്വദേശി ആണ് ഇയാൾ വാഹനം ഓടിച്ചു വന്നിരുന്നത്. ഇയാൾക്ക് കൊപ്പത്തുനിന്ന് കൊടുത്തുവിട്ടാണെന്നാണ് ഇയാൾ പ്രാഥമികമായി ചോദ്യം ചെയ്യലിൽ പറയുന്നത്. പാലക്കാട് ജില്ലയിൽ നിരോധിത പുകയില കടത്തിയതിൽ കേസിലെ പ്രതിയാണ് കൃഷ്ണദാസ് എന്ന് പോലീസ് പറഞ്ഞു. തിരൂർ നഗരസഭയ്ക്കെതിരെയും യൂത്ത് ലീഗിനെതിരെയും ആരോപണം ഉന്നയിക്കുന്ന ഡിവൈഎഫ്ഐ ആണ് സേവനത്തിന് പണം തട്ടിയതെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കുടിവെള്ളം വിതരണം ചെയ്തതിന് ഒരു കൗൺസിലർ നഗരസഭയിൽ നിന്ന് ഈടാക്കാൻ സമർപ്പിച്ചത് 14,000 രൂപയുടെ ബില്ലാണെന്നും നേതാക്കൾ പറഞ്ഞു. തിരൂർ നഗരസഭാ പരിധിയിൽ മാത്രം കോവിഡ് സേവന പ്രവർത്തനങ്ങൾക്ക് ഏകദേശം 1 കോടിയോളം തുക സ്വന്തം നിലയ്ക്ക് ചെലവഴിച്ച സേവന പ്രവർത്തനം നടത്തിയ മുസ്ലിം ലീഗിനെയും പോഷക ഘടകങ്ങളെയും സേവനങ്ങൾക്ക് പണം ചോദിച്ചുവെന്ന് ആരോപിക്കുന്നത് പരിഹാസ്യമാണെന്ന് യൂത്ത് ലീഗ് പറഞ്ഞു. മുസ്ലിം ലീഗും യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും നടത്തിയ സേവനങ്ങളോട് കിടപിടിക്കുന്ന ഒരു പ്രവർത്തനം തിരൂരിൽ ഇടതുപക്ഷവും ഡിവൈഎഫ്ഐ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ തങ്ങൾ വെല്ലുവിളിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. തിരൂർ നഗരസഭയിൽ ഈ ഒന്നാം രണ്ട് കോവിഡ് ഘട്ടങ്ങളിൽ മാത്രം മുസ്ലിം ലീഗും പോഷക സംഘടനകളും ഏകദേശം 1 കോടി രൂപയിലടുത്ത് ഏകദേശം 93 ലക്ഷത്തി ചില്ലാനും രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നു കണക്കെടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു തോത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇതൊരു അപ്രോക്സിമേറ്റ് കണക്ക് മാത്രമാണ്. രണ്ടാമത് ഇവിടുത്തെ വൈറ്റ് കാർഡ് സംവിധാനങ്ങൾ, യൂത്ത് ലീഗ് ചെയ്ത പ്രധാനപ്പെട്ട സേവനം വൈറ്റ് കാർഡ് സംവിധാനം എന്ന് പറയുന്നത് ഏകദേശം 1-2 കോവിഡ് ഘട്ടങ്ങളിൽ 70 പേരുടെ മൃതശരീരങ്ങളാണ് പള്ളികളിലും നമ്മുടെ പൊറ്റിലത്തറയിലെ ശ്മശാനത്തിലും ഐവറുമഠത്തിലുമൊക്കെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. തിരൂരിലെ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ 2 ഐസൊലേഷൻ വാർഡുകളും ക്രമീകരിച്ചത് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡാണ്. അവിടുത്തെ ഈ തീപിടുത്തമുണ്ടായ സമയത്ത് മണിക്കൂറുകൾ കൊണ്ടാണ് അവിടുത്തെ ഉപകരണങ്ങൾ മറ്റൊരു കെട്ടിടത്തിലേക്ക് വൈറ്റ് കാർഡ് മാറ്റി സ്ഥാപിച്ചത്. ഇതിവിടെ പറഞ്ഞത് യൂത്ത് ലീഗും മുസ്ലിം ലീഗിൻ്റെ സംഘടനകളും ഉൾപ്പെടെയുള്ളവർ, KMCC ഉൾപ്പെടെയുള്ളവർ നടത്തിയ സേവന പ്രവർത്തനങ്ങളുടെ ഏകദേശ കണക്ക് മാത്രമാണ്. RRTകൾക്കുള്ള പെട്രോൾ അലവൻസ് നൽകാനുള്ള സർക്കാർ ഉത്തരവ് പഞ്ചായത്തുകളെ പോലെ നടപ്പിലാക്കണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടത്. എന്നാൽ അതിനെതിരെ രംഗത്ത് വന്ന ഡിവൈഎഫ്ഐ നേതാക്കൾ കഴിഞ്ഞ നഗരസഭ LDF ഭരണകാലത്ത് സേവനങ്ങൾക്ക് വാങ്ങിച്ചെടുത്തത് ആയിരങ്ങളാണെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിച്ചു. പെട്രോൾ അലവൻസ് നൽകണമെന്ന് സർക്കാർ ഉത്തരവിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ ഇപ്പോൾ ആദവനാട് പഞ്ചായത്തിലൊക്കെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഉൾപ്പെടെ കൈപ്പറ്റിയിട്ടുണ്ട്. മംഗലം പഞ്ചായത്തിൽ കൈപ്പറ്റിയിട്ടുണ്ട്. മറ്റു ചില പഞ്ചായത്തുകളിൽ അത് കൈപ്പറ്റിയ തുക തിരിച്ച് അങ്ങോട്ട് തന്നെ ഏൽപ്പിച്ച സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ തിരൂർ നഗരസഭയിൽ അങ്ങനെ നൽകണമെന്ന് പറഞ്ഞതിൽ തെറ്റില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി വ്യക്തമാക്കാനുള്ളത്, ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സേവനം കച്ചവടം ചെയ്യാന്നുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ഭരിച്ചത് ഇതൊരു പ്രധാനപ്പെട്ട ആരോപണമായി യൂത്ത് ലീഗ് ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ തവണ തിരൂർ നഗരസഭ ഭരിച്ചത് LDF ആണ്. LDFിൻ്റെ ഭരണകാലത്ത് അന്നാരയിലെ ഇന്ന് നിലവിലുള്ള ഒരു കൗൺസിലർ, ഡിവൈഎഫ്ഐയുടെ നേതാവ്, ഈ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് കുടിവെള്ളം എത്തിച്ചതിന് 14,000 രൂപ ബില്ല് നൽകിയിട്ടുണ്ട് നഗരസഭയിൽ. കുടിവെള്ളത്തിന് 14,000 രൂപ ബില്ല് നൽകി. നഗരസഭയ്ക്ക് മനോഹരമായ ഹെൽത്ത് സംവിധാനമുണ്ട്, ആരോഗ്യ സംവിധാനമുണ്ട്, ഫ്യൂമിഗേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയിട്ട് അന്നാരയിലെ മറ്റൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ നഗരസഭാ ഹാള്, നഗരസഭയുടെ വാഹനങ്ങൾ ഇവിടൊക്കെ ഫ്യൂമിഗേറ്റ് ചെയ്തതിന്, അണുവിമുക്തമാക്കിയതിന് 30,000 രൂപ നഗരസഭയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള ബില്ല് കൊടുത്തിട്ടുണ്ട്. നിലവിലെ ഒരു കൗൺസിലർ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് വെള്ളം നൽകിയതിന് മാത്രം നഗരസഭയിൽ നിന്ന് ഈടാക്കാൻ സമർപ്പിച്ചത് 14,000 രൂപയുടെ ബില്ലാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വാർത്താസമ്മേളനത്തിൽ മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഹസീം ചമ്ര, അൻവർ പാറയിൽ, ടി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. താനാളൂർ പഞ്ചായത്തിൽ രോഗവ്യാപനം കൂടിയ സാഹചര്യത്തിൽ നടപടികൾ കടുപ്പിച്ച് പഞ്ചായത്ത് ഭരണസമിതി. പ്രധാന റോഡ് ഒഴികെ എല്ലാ റോഡുകളും അടയ്ക്കാൻ തീരുമാനം. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ലൈസൻസ് റദ്ദു ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് അറിയിച്ചു. ദിനംപ്രതി രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം കർശനമാക്കാൻ തീരുമാനിച്ചത്. പഞ്ചായത്തിലെ പ്രധാന റോഡ് ഒഴികെ മറ്റെല്ലാ റോഡുകളും അടച്ചിടും. പഞ്ചായത്തിൽ പോലീസിന്റെയും പഞ്ചായത്തിൽ രൂപീകരിച്ച സ്പെഷ്യൽ ടീമിന്റെയും നേതൃത്വത്തിൽ പരിശോധനയും നടക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് പറഞ്ഞു. താനാളൂരിനകത്തും കഴിഞ്ഞ 15 ദിവസമായി വരുന്ന കർശന നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഒരു പരിധിവരെ നമുക്കിത് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പിൻവലിച്ചതോടുകൂടി പൊതുജനം അതുവരെയുള്ള കാര്യങ്ങളൊക്കെ മറന്നതുപോലെയാണ് ഞങ്ങൾക്ക് ബോധ്യമായത്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ കൂടുതൽ കർശനമാക്കണമെന്ന് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പോലീസും തീരുമാനിച്ചിട്ടുണ്ട്.
പഞ്ചായത്തിനകത്തെ മുഴുവൻ പോക്കറ്റ് റോഡുകളും ഒരു വാർഡിൽ നിന്ന് ഒരു വഴി എന്നുള്ള രീതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി അടച്ചു കിട്ടുന്ന സംവിധാനങ്ങളുണ്ടാവും. പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ, യാത്ര ചെയ്യാവുന്ന കേന്ദ്രങ്ങളിലൊക്കെ താനൂരിലെ പോലീസ് ആവശ്യത്തിനാവശ്യമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അവർ പരിശോധിച്ച് വളരെ നിർബന്ധപൂർവമുള്ള യാത്രക്ക് മാത്രമേ അനുമതി നൽകുകയുള്ളൂ. പോലീസ് ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും നൽകാമെന്ന് ഗ്രാമപഞ്ചായത്ത് ഏറ്റിട്ടുണ്ട്. വളരെ കർശനമായി എല്ലാ റോഡുകളും അടക്കുകയും ഒരു വാർഡിൽ നിന്ന് ഒരു എൻട്രൻസ് മാത്രം ഉണ്ടാവുകയും മെയിൻ റോഡുകളിലൊക്കെ തന്നെ പോലീസിൻ്റെ പരിശോധനയും അതോടൊപ്പം പഞ്ചായത്ത് രൂപീകരിച്ചിട്ടുള്ള 2 പ്രത്യേക ടീമിൻ്റെ പരിശോധനകളും ഉണ്ടാവും. ഗ്രാമപഞ്ചായത്തും ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ധിക്കരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കുന്നതാണ്. മഴ ശക്തമായതോടെ പല ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വി. അബ്ദുൾ റസാഖ് പറഞ്ഞു. താനാളൂര് എന്നുള്ളത് പൊതുവെ ഒരു താഴ്ന്ന പ്രദേശമാണ്. പല മേഖലകളിലും നല്ലതുപോലെ വെള്ളക്കെട്ട് ഇന്നലെ രാത്രി തന്നെ സംജാതമായിട്ടുണ്ട്. വെള്ളങ്ങൾ ഒഴുകിപ്പോയിരുന്ന സ്ഥലങ്ങളിൽ പലരും തടസ്സങ്ങൾ പുതുതായി സൃഷ്ടിച്ചതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ആ തടസ്സങ്ങളൊക്കെ നീക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. വെള്ളം തടഞ്ഞു നിൽക്കുന്ന രീതിയിൽ ആര് പ്രവർത്തിച്ചാലും അത് നീക്കം ചെയ്യുകയും പ്രവർത്തനം നടത്തിയവർക്കെതിരെ പ്രത്യേക നടപടിയുടെ ഭാഗമായി കേസെടുക്കാനും ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ തലക്കാട് മേഖലാ കമ്മിറ്റിയുടെ പൊതിച്ചോറ് വിതരണം 14 ദിവസം പിന്നിട്ടു. സ്നേഹപൂർവ്വം പദ്ധതിയിലൂടെ 2 ആഴ്ചക്കിടയിൽ 1000-ലധികം പൊതിച്ചോറാണ് വിതരണം ചെയ്തത്. ഡിവൈഎഫ്ഐ തലക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന പൊതിച്ചോറ് വിതരണം 14 ദിവസം പിന്നിട്ടു. സ്നേഹപൂർവ്വം പദ്ധതിയിലൂടെ 2 ആഴ്ചക്കിടയിൽ 1282 പൊതിച്ചോറുകളാണ് വിതരണം ചെയ്തത്. യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്നാണ് പൊതിച്ചോറ് ശേഖരിക്കുന്നത്. ഉച്ചയ്ക്കും രാത്രിയും 2 സമയങ്ങളിലായാണ് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത്. ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറി ബിനീഷ്, ജലീൽ, റഹീം, റഷീദ്, മേഖലാ സെക്രട്ടറി നൌഫൽ, ബഷീർ, വിബീഷ്, സന്ദീപ് ലാൽ, ഷെഫീഖ്, നബിൽ, അപ്പു, ഫാസിൽ എന്നിവർ നേതൃത്വം നൽകി. CPM തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി 4-ാം വാർഡിൽ പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം CPM തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി. ഹംസക്കുട്ടി നിർവഹിച്ചു. തിരൂർ നഗരസഭ 4-ാം വാർഡിലെ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് CPM പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം CPM തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി. ഹംസക്കുട്ടി നിർവഹിച്ചു. മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഭരണാധികാരികളുടെ അശ്രദ്ധയുണ്ടെങ്കിലും CPM-നെ പോലെയുള്ള ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനങ്ങൾക്ക് ഈ പ്രയാസങ്ങൾ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. രാജ്യം ഭരിക്കുന്ന സർക്കാർ എടുക്കുന്ന സമീപനവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 130 കോടി ജനങ്ങൾക്ക് വാക്സിൻ ലഭിക്കാൻ ആവശ്യമായ സൗകര്യമൊരുക്കാൻ അവർ ഒരുക്കമല്ല. ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ വില കൊടുത്ത് വാങ്ങാനും അങ്ങനെ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കോവിഡ് വാക്സിൻ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ കോവിഡിൻ്റെ വ്യാപനത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. നടുലങ്ങാടി ബ്രാഞ്ച് സെക്രട്ടറി M. രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ 38 വാർഡുകളിലും ഇതുപോലെ സന്നദ്ധ പ്രവർത്തനം CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള 1-ാം വാർഡിൽ ഇന്ന് രാവിലെ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം മറ്റ് വാർഡുകളിലും ഇതുപോലുള്ള സന്നദ്ധ പ്രവർത്തനം സംഘടിപ്പിക്കും. കഴിഞ്ഞ നമ്മൾ ഈ കോവിഡ് മഹാമാരി ഇത്രയും ഉയർന്ന സമയം തൊട്ട് തന്നെ നമ്മുടെ CPM-ൻ്റെ പ്രവർത്തകർ എല്ലാ സ്ഥലങ്ങളിലും ഹെൽപ്പ് ഡെസ്കുകളും അതുപോലെ ഭക്ഷ്യധാന്യങ്ങളും മരുന്നുമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഷൈൻ ടി അധ്യക്ഷനായിരുന്നു. CPM തിരൂർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി T. ദിനേഷ് കുമാർ, ലോക്കൽ കമ്മിറ്റി അംഗം M. സത്യൻ, സുബൈർ അച്ചാത്ത, VP ശിവദാസൻ, TC ആതിര എന്നിവർ സംസാരിച്ചു. വിതരണത്തിന് CP നസീബ്, CP ബാവ, TC രമേശൻ, M. വിനോദ്, M. അനൂപ്, TC അമൽ, KP രോഹിത്, M. അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. 2-ാം പിണറായി സർക്കാരിന്റെ കന്നി ബജറ്റിൽ തിരൂരിൽ ആരോഗ്യ മേഖലയ്ക്ക് കരുതൽ. ജില്ലാ ആശുപത്രിയിൽ പീഡിയാട്രിക് ICU-വിന് തുക വകയിരുത്തി. കൂടാതെ വെട്ടം, വളവന്നൂർ PHC-കളിൽ 10 ബെഡുകളുള്ള ഐസൊലേഷൻ വാർഡുകളും അനുവദിച്ചു. തിരൂർ മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് കരുതൽ നൽകി 2-ാം പിണറായി സർക്കാരിന്റെ കന്നി ബജറ്റ്. ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിലാണ് ജില്ലാ ആശുപത്രിയിൽ പീഡിയാട്രിക് ICU-വിന് തുക വകയിരുത്തി. കൂടാതെ വെട്ടം, വളവന്നൂർ PHC-കളിൽ 10 ബെഡുകളുള്ള ഐസൊലേഷൻ വാർഡുകളും അനുവദിച്ചു. തീരദേശ മേഖലയിൽ സുരക്ഷയൊരുക്കുമെന്നും പ്രഖ്യാപിച്ചെങ്കിലും വ്യക്തമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചതൊക്കെ നിലനിർത്തും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഐസൊലേഷൻ വാർഡുകൾ ഗുണകരമാകുമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. തിരുത്തുഞ്ചംപറമ്പിനെ ടൂറിസം പദ്ധതിയുമായും ബന്ധിപ്പിക്കും. കപ്പ കർഷകർക്ക് കൈത്താങ്ങായി ടൗൺ ടീം അത്താണിക്കൽ ആക്ഷൻ സ്പോർട്സ് ചാരിറ്റി ക്ലബ്ബ്
വൈലത്തൂരിൽ സംഘടിപ്പിച്ച കപ്പ ചാലഞ്ച് ശ്രദ്ധേയമായി. പൊന്മുണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ പാലക്കൽ അബുവിന് നൽകി ഉദ്ഘാടനം ചെയ്തു. കോവിഡും മഴക്കെടുതിയും കൊണ്ട് വിപണി കണ്ടെത്താനാവാതെ കഷ്ടത്തിലായ കർഷകരുടെ കപ്പ വിലക്കെടുത്ത ക്ലബിലെ കുടുംബങ്ങൾക്കും കോവിഡ് മൂലം പ്രയാസം അനുഭവിക്കുന്നവർക്കും സൗജന്യമായി വിതരണം ചെയ്തു. തലപ്പാറ പ്രദേശത്തെ കപ്പയാണ് വിതരണത്തിനായി ശേഖരിച്ചത്. പൊന്മുണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ പാലക്കൽ അബുവിന് നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ മറ്റു ക്ലബ്ബുകളും സംഘടനകളും ഇത്തരത്തിൽ ഏറ്റെടുത്താൽ കർഷകരുടെ പരിധിവരെ കഷ്ടതയിൽ നിന്ന് കരകയറ്റാവുന്നതാണെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിപ്രായപ്പെട്ടു. പ്രളയത്തിൽ വെള്ളം കൂടിയത് കാരണം അവരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊറോണ വൈറസ് മൂലം വീട്ടിലിരിക്കുന്നവർക്ക് വീടില്ലാത്തവർക്ക് ഒരു സഹായവും കൂടിയാണ് ഈ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. മത്താണിക്കൽ കൗണ്ടി മത്താണിക്കലിനെ വാർഡ് മെമ്പർമാരായ കെ പി അഷ്റഫ്, സെക്കീന, മുംതാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സാലി കെ, കുഞ്ഞിപ്പ, സുബൈർ, ക്ലബ് പ്രസിഡന്റ് കെ പി ഉസ്മാൻ, അനസ് ബാബു, സാബിത്, നവാസ്, ജംഷീർ, ഷബീബ് എന്നിവർ നേതൃത്വം നൽകി. AIYF പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ലക്ഷദ്വീപിൽ കേന്ദ്ര ഭരണകൂടവും അഡ്മിനിസ്ട്രേറ്ററും നടത്തിവരുന്ന ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധമായ നടപടികൾക്കെതിരെ AIYF തിരു മുനിസിപ്പൽ കമ്മിറ്റി തിരു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം സെക്രട്ടറി രജീഷ് കാടയിൽ ഉദ്ഘാടനം ചെയ്തു. ഉത്തരേന്ത്യയിൽ BJP സർക്കാർ പയറ്റി തെളിഞ്ഞിട്ടുള്ള RSSന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, വർഗീയ അജണ്ടകൾ ഇപ്പോൾ ലക്ഷദ്വീപിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. നരേന്ദ്രമോദിയെ പ്രിയ തോഴനെ അവിടെ അഡ്മിനിസ്ട്രേറ്ററാക്കി നിയോഗിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് അജണ്ടകൾ ലക്ഷദ്വീപിലും നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മുനിസിപ്പൽ സെക്രട്ടറി അയ്യൂബ് വളക്കാടൻ അധ്യക്ഷനായിരുന്നു. കുഞ്ഞാപ്പു മുത്തിയാട്ട്, ജസീർ വളക്കാടൻ, അരുൺ തൃക്കണ്ടിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി കൂട്ടായ്മയായ തള്ളല്ലക്കെ ട്രോളിംഗ് ടീമിന്റെ സഹായത്തോടെ മയ്യരിച്ചിറ അമിക്കോസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കൽപ്പകഞ്ചേരിയിലും വളവന്നൂരിലും ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ നിർവഹിച്ചു. മയ്യരിച്ചിറ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അമിക്കോസ് ക്ലബിന്റെയും ട്രോളിംഗ് ദുബായ് ഈ രണ്ട് ടീമും സംയുക്തമായിട്ട് കോവിഡ് രണ്ടാം തരംഗത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന കുറച്ച് കുടുംബങ്ങൾക്ക് ആശ്വാസമേകാൻ വേണ്ടി പച്ചക്കറിയും ഭക്ഷ്യധാന്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് വിതരണം ചെയ്യുകയാണ്. ഈ സമയത്ത് അത് കിട്ടുന്ന ആളുകൾക്ക് വളരെയധികം ഗുണമാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ്. എല്ലാവരും പല രീതിയിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രോഗം വന്നവരും വരാത്തവരുമൊക്കെ ഒരുപോലെ ജോലിക്ക് പോകാൻ കഴിയാത്ത ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു ആശ്വാസമാകാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നും ഇനിയും ഉണ്ടാകട്ടെ എന്നും വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് റാഷിദ് PM, CK ലത്തീഫ്, MT അമീർ അലി എന്നിവർ സംസാരിച്ചു. പള്ളിമാലിൽ ഹസൻകുട്ടി, KK ബഷീർ, VT അഷ്റഫ്, PC മൻസൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടിഞ്ഞി മച്ചിങ്ങത്താഴം SKSF യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. നന്നമ്പ്ര പഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ സാലി ഇർപ്പായി, മുസ്തഫ എന്നിവർ ചേർന്ന് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കൊടിഞ്ഞി മച്ചിങ്ങത്താഴം SKSF യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. കോവിഡ് പ്രതിസന്ധിയും ലോക്ക്ഡൌണും തുടർന്ന സാഹചര്യത്തിൽ മഹല്ല് നിവാസികൾ തങ്ങൾ കഴിയുന്ന സ്ഥിര സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് SKSF കൊടിഞ്ഞി മച്ചിങ്ങത്താഴം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് നൽകിയത്. കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നന്നമ്പ്ര പഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ സാലി ഉർപ്പായി, മുസ്തഫ എന്നിവർ ചേർന്ന് മദ്രസ പ്രധാനാധ്യാപകൻ ഫഹീം ബാക്കവിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. SKSF മച്ചിങ്ങത്താഴം യൂണിറ്റിൻ്റെ കീഴിലാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്. 160 കുടുംബങ്ങൾക്ക് മച്ചിങ്ങത്താഴം SKSF യൂണിറ്റ് വിതരണം ചെയ്യുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വികായ വളണ്ടിയർമാർ അത് അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതാണ്. ചടങ്ങിൽ മഹല്ല് സെക്രട്ടറി മച്ചിങ്ങൽ അബൂബക്കർ അധ്യക്ഷനായിരുന്നു. വെള്ളക്കാട് ഷാജി, കൊടിഞ്ഞേത്ത് സുബൈർ, പൂക്കയിൽ സിദ്ദീഖ്, VK ഇബ്രാഹിംകുട്ടി, മുഹമ്മദ് കുട്ടി കൊളത്തൂർ, PK മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രദേശത്തെ SKSF വികായ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകിയത്. യുവജ്വാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുറിവഴിക്കലിന്റെ നേതൃത്വത്തിൽ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. യുവജ്വാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുറിവഴിക്കലിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തത്. വാർഡ് മെമ്പർ ഉസ്മാൻ തൈവളപ്പിൽ യുവജ്വാല ട്രഷറർ അബ്ദുൽ അസദിന് ആദ്യ കിറ്റ് നൽകി. BA ലത്തീഫ്, ഹമീദ് ആടലുട്ടിൽ, ഹസൻ കടവത്ത്, മൻസൂർ ഭാവ, അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. ജംഷൽ, ഇർഷാദ്, സക്കീർ, അഫിൽ, ഷഹീൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ദിനം പ്രതി ആശങ്കയൊഴിയുന്ന കോവിഡ് കണക്കുകൾ 16,229 പേർക്ക് രോഗബാധ. രോഗബാധിതർ കൂടുതലുള്ളത് മലപ്പുറത്ത് 2,300 പേർക്ക് രോഗബാധ. DPR 15.9%.
കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള അടച്ചിടൽ തിരൂർ മേഖലയിൽ കർശനമായി 5 ദിവസത്തേക്ക് കൂടി തുടരുമെന്ന് ഡിവൈഎസ്പി സുരേഷ് ബാബു. താനൂർ പഞ്ചായത്തിൽ രോഗവ്യാപനം കൂടിയ സാഹചര്യത്തിൽ നടപടികൾ കടുപ്പിച്ച് പഞ്ചായത്ത് ഭരണസമിതി. പ്രധാന റോഡ് ഒഴികെ എല്ലാ റോഡുകളും അടയ്ക്കാൻ തീരുമാനം. ശക്തമായ ഇടിമിന്നലിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. താനൂരിൽ ഇടിമിന്നലിൽ പള്ളിയുടെ മിനാരം തകർന്നു. താനൂർ തോഹ ബീച്ചിലെ ജുമാ മസ്ജിദിന്റെ മിനാരമാണ് തകർന്നത്. താനാളൂരിൽ റോഡലിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 60 സെന്റിമീറ്റർ വളർച്ചെത്തിയ ചെടി കണ്ടെത്തിയത് ഒടൂർ റോഡിൽ പരങ്ങെത്തുന്നു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.